GDSന്റെ എല്ലാ കസ്റ്റമേഴ്സിനും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. HSN നമ്പർ ഓരോ പ്രോഡക്റ്റിനും എങ്ങനെ ആഡ് ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഒന്നിൽ കൂടുതൽ രീതിയിൽ നമുക്ക് HSN നമ്പർ ആഡ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ രീതി എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ട്രാൻസാക്ഷനകത്ത് നമ്മൾ പർച്ചേസ് ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ, അതായത് പർച്ചേസ് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് HSN ആഡ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനുണ്ട്. അതിനായി പർച്ചേസ് ബില്ല് എൻ്റർ ചെയ്ത് F8 കൊടുത്ത് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഈ ബില്ല് സേവ് ആകുന്നു. അതിനുശേഷം വീണ്ടും പ്രീവിയസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ പർച്ചേസ് ബില്ല് വീണ്ടും എടുക്കുക. അതിനുശേഷം ഇവിടെ HSN ലിങ്ക് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വരുന്ന വിൻഡോയിൽ രണ്ട് പ്രോഡക്റ്റുകൾക്ക് നേരത്തെ തന്നെ HSN ആഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും രണ്ട് പ്രോഡക്റ്റിന് കൂടി HSN ആഡ് ചെയ്യാനുണ്ട്. അതിനായിട്ട് ഈ വിൻഡോയിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് HSN ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ആദ്യത്തെ പ്രോഡക്റ്റിന് 3004 എന്ന HSN ആഡ് ചെയ്യുന്നു. ഈ 3004 എന്നത് നിങ്ങളുടെ പർച്ചേസ് ബില്ലിൽ നോക്കി കൃത്യമായിട്ടുള്ള HSN ആഡ് ചെയ്യേണ്ടതാണ്. ഇവിടെ ഞാൻ ഉദാഹരണമായി ഈ നമ്പർ ആഡ് ചെയ്തു എന്ന് മാത്രം. അതിനുശേഷം രണ്ടാമത്തെ പ്രോഡക്റ്റിനും HSN ആഡ് ചെയ്യുകയാണ്. HSN നമ്പർ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ലിസ്റ്റിൽ ഉള്ള നമ്പർ മാത്രമേ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഇല്ലാത്ത ഒരു നമ്പർ, അതായത് ഈ താഴേക്ക് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വരുന്ന ഈ നമ്പറുകൾക്കകത്ത് ഇല്ലാത്ത പുതിയൊരു നമ്പറാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ആദ്യം നിങ്ങൾ നമ്പർ ടൈപ്പ് ചെയ്യുക. ഉദാഹരണമായി ഞാനിവിടെ HSN നമ്പർ, ഇവിടെ പുതിയൊരു HSN നമ്പർ ആഡ് ചെയ്യുകയാണ്. ഈ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം കൺട്രോളും നമ്പർ പാഡിൻ്റെ അടുത്തുള്ള, അതായത് 9ൻ്റെ മേളിൽ റൈറ്റ് സൈഡിൽ സ്റ്റാർ മാത്രമായിട്ട് ഒരു ബട്ടൺ കിടപ്പുണ്ട്. കൺട്രോളും ആ സ്റ്റാറൂടെ ഒരുമിച്ച് പ്രസ് ചെയ്യുമ്പോൾ ഈ നമ്പർ പുതിയതായിട്ട് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഈ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു നമ്പർ ആണെങ്കിൽ മാത്രം കൺട്രോൾ സ്റ്റാർ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ നമ്പർ ആഡ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. ഇങ്ങനെ പർച്ചേസ് ബിൽ എൻ്റർ ചെയ്തതിന് ശേഷം വീണ്ടും പ്രീവിയസ് എടുത്ത് HSN ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പ്രോഡക്റ്റുകൾക്കെല്ലാം ഒരുമിച്ച് നമുക്ക് HSN ആഡ് ചെയ്യാവുന്നതാണ്. ഇത്രയും നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ തന്നെ അപ്ഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് ഈ പർച്ചേസ് ബില്ലിലെ എല്ലാ പ്രോഡക്റ്റുകൾക്കും HSN ആഡ് ആവുന്നതാണ്. കൺഫേം ചെയ്യുന്നതിനായി വീണ്ടും നിങ്ങൾക്ക് HSN ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ പ്രോഡക്റ്റുകൾക്കെല്ലാം തന്നെ HSN നമ്പർ ആഡ് ആയിട്ടുള്ളതായി കാണാവുന്നതാണ്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, HSN ആഡ് ചെയ്യുന്നതിനായിട്ട് ടൂൾസിൽ നിന്നും മെയിൻ്റനൻസ്, GST മെയിൻ്റനൻസ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ പ്രോഡക്റ്റ് HSN ലിങ്കിങ് എന്ന ഒരു ഓപ്ഷനുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു പർച്ചേസ് ബില്ലിലെ മാത്രം പ്രോഡക്റ്റുകൾക്ക് ഒരുമിച്ച് എങ്ങനെ ആഡ് ചെയ്യാം എന്നതാണ്. പല പർച്ചേസുകളിലുള്ള പല പ്രോഡക്റ്റുകൾക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ, ഉദാഹരണമായി ഇവിടെ ഒരു പ്രോഡക്റ്റ് ഞാൻ ടൈപ്പ് ചെയ്യുന്നു, പാരസെറ്റാമോൾ 500 mg ടാബ്. ഈ പ്രോഡക്റ്റിനിവിടെ HSN ആഡ് ചെയ്യണമെങ്കിൽ ആ പ്രോഡക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ HSN കോഡ് കൃത്യമായി ഇവിടെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. മുകളിൽ അപ്ഡേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് ഈ പ്രോഡക്റ്റിൻ്റെ HSN കോഡ് അപ്ഡേറ്റ് ആവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയും പുതിയൊരു HSN നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ കൺട്രോൾ സ്റ്റാർ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് പുതിയ നമ്പർ ഇവിടെയും ആഡ് ചെയ്ത് ഓരോ പ്രോഡക്റ്റുകൾക്കും HSN ആഡ് ചെയ്യാവുന്നതാണ്.